ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക ഇറാൻ ആണവ ചർച്ചയുടെ 5ാം ഘട്ടം സമാപിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. റോമിലായിരുന്നു ചർച്ച നടന്നത്. ചർച്ച പുരോഗതിയോടെയാണ് സമാപിച്ചതെന്നും സെയ്ദ് ബദർ എക്സിൽ വ്യക്തമാക്കി. ചർച്ചയുടെ 4ാം ഘട്ടം മസ്കറ്റിലാണ് നടന്നിരുന്നത്. ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പാകിസ്ഥാൻ പൗരന്മാരാണ് പിടിയിലായത്. ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ്, മോർഫിൻ, മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഉപയോഗത്തിനും വിതരണത്തിനുമായാണ് ഇവ കടത്തിയിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഒമാൻ റിയാലിൻ്റേതെന്ന പേരിൽ തെറ്റായ ചിഹ്നം പ്രചരിപ്പിക്കുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ രംഗത്ത്. തെറ്റായ വിവരങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സെൻട്രൽ ബാങ്ക് അധികൃതർ വിഷയത്തിൽ കൃത്യത വരുത്തിയും മുന്നറിയിപ്പ് നൽകിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഒമാനി റിയാലിന്റെ ചിഹ്നത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് അടുത്തിടെ പ്രചരിച്ചത് പൂർണ്ണമായും തെറ്റാണെന്നും ബാങ്ക് അംഗീകരിച്ചിട്ടില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. ഈ ചിഹ്നം നിയമവിരുദ്ധമാണെന്നും അത് പങ്കിടുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും അംഗീകാരമില്ലാത്ത ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. ഔദ്യോഗികവും സ്ഥിരീകരിച്ചതുമായ മാർഗങ്ങളിലൂടെ മാത്രമേ വിവരങ്ങൾ നേടാവൂ എന്നും ബാങ്ക് പൗരന്മാരോടും താമസക്കാരോടും നിർദ്ദേശിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വീണ്ടും വിമാനത്താവളം സന്ദർശിച്ച് വിലയിരുത്തലുകൾ നടത്തി. ഡയറക്ടർ ജോയന്ത ചക്രബർത്തിയാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തിയത്. ടെർമിനലും കാർഗോ കോംപ്ലക്സും ഉൾപ്പെടെ വിമാനത്താവളവും പരിസരവും വിശദമായി പരിശോധിച്ച അദ്ദേഹം വിമാന സർവീസുകൾ, ആഭ്യന്തര വിദേശ യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രാധാന്യവും വളർച്ചയും സാധ്യതകളും വിശദമാക്കുന്ന അവതരണം കിയാൽ അധികൃതർ നടത്തി. വിമാനത്താവളത്തിലെ സൗകര്യങ്ങളിൽ ജോയന്ത ചക്രബർത്തി പൂർണ്ണ തൃപ്തി അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തെ മലബാറിന്റെ എയർ കാർഗോ ഹബ്ബായി മാറ്റാൻ സാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചു. 59,000 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള പുതിയ കാർഗോ ടെർമിനലിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് അധികൃതർ. അതേസമയം പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ കണ്ണൂർ വിമാനത്താവളത്തിന് വൻ കുതിച്ചുചാട്ടം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്താൻ സാധിക്കൂ. നിലവിൽ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. ഈ വിമാന കമ്പനികൾക്ക് ആവശ്യാനുസരണം സർവീസ് നടത്താൻ വിമാനങ്ങളും ലഭ്യമല്ല. അതിനാലാണ് യാത്രക്കാർ കൂടുതൽ ഉണ്ടെങ്കിലും കണ്ണൂരിൽ വിമാന സർവീസുകൾ ആവശ്യമനുസരിച്ച് നടത്താൻ സാധിക്കാത്തത്. കൂടുതൽ വിമാന സർവീസുകൾക്ക് അവസരമുണ്ടായാൽ എയർപോർട്ടിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അനുബന്ധ വികസനം സാധ്യമാക്കാനും സാധിക്കും. വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ ലഭ്യമാകാത്തത് കാരണം ഉത്തര മലബാറിലെ ജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ലഭ്യതയനുസരിച്ചുള്ള ചരക്ക് നീക്കം നടത്തുന്നതിനും വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും പ്രയോജനകരമായ കണ്ണൂർ എയർപോർട്ട് കൂർഗ്, മൈസൂർ, മംഗലാപുരം എന്നിവിടങ്ങളിലെ യാത്രക്കാരുടെ പകരം എയർപോർട്ട് കൂടിയാണ്. ഒമാനിൽ ബിനാമി വ്യാപാരം തടയുന്നതിനുള്ള 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തുടക്കമിട്ടു. വാണിജ്യ രേഖകളുടെ ഓഡിറ്റിന്റെ ആദ്യഘട്ട ഫലങ്ങൾ വിലയിരുത്തുന്നതിനും 2ാം ഘട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി നാഷണൽ ടീം ഫോർ കോംബാക്ടിംഗ് ഹിഡൻ ട്രേഡ് 2ാമത്തെ യോഗം ചേർന്നു. ഒമാനിലെ നിയമവിരുദ്ധ വാണിജ്യ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള 412/2023 നമ്പർ മന്ത്രിതല പ്രമേയം നടപ്പിലാക്കുന്നതിന്റെ തുടർ നടപടികൾക്കായാണ് യോഗം ചേർന്നത്. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ വാണിജ്യരേഖകളുടെ ഓഡിറ്റ് ഫലങ്ങളുടെ വിശദമായ അവലോകനം സംഘം നടത്തി.
രഹസ്യ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപകർക്ക് നിരോധിച്ചിരിക്കുന്നവ, നടത്തുന്ന നിയമവിരുദ്ധ വാണിജ്യ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലും തിരിച്ചറിയുന്നതിലും ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി ചൂണ്ടിക്കാണിച്ചു. ഒമാനിലെ ബിസിനസ് അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ നിയമവിരുദ്ധ രീതികൾ പരിഹരിക്കുന്നതിനുള്ള വ്യക്തമായ പ്രതിബദ്ധതയാണ് ഈ ഫലങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെന്നും സംഘം കൂട്ടിച്ചേർത്തു. ബിനാമി വ്യാപാരം എന്ന് തരംതിരിച്ചിരിക്കുന്ന നിയമവിരുദ്ധ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തടയുന്നതിനായി പരിശോധനാ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും വാണിജ്യരേഖകൾ ബാധകമായ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള വഴികളും യോഗം ചർച്ച ചെയ്തു. ഈ വർഷത്തെ ഒമാനിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടന സംഘം പുണ്യഭൂമിയിലേക്ക് തിരിച്ചു. ഒമാൻ ഹജ്ജ് മിഷൻ സംഘമാണ് ഇന്നലെ പുറപ്പെട്ടത്. ഔഖാഫ് മതകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് ബിൻ സാലിഹ് അൽ റാഷ്ദിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സൗദ് അൽ മഅ്മരിയുടെ നേതൃത്വത്തിൽ മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് യാത്രയയപ്പ് നൽകി. മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, റോയൽ ഒമാൻ പോലീസ്, ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന മറ്റ് ഔദ്യോഗിക പ്രതിനിധികൾ, മെഡിക്കൽ സംഘം, ഫത്വകളും മതപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നവർ എന്നിവരാണ് ആദ്യ സംഘത്തിലുള്ളത്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം സംഘം മക്കയിലേക്ക് തിരിക്കും. അവിടെ 3 ദിവസം ചെലവഴിച്ച ശേഷം മദീനയിലേക്ക് പോകും. വരും ദിവസങ്ങളിൽ ഒമാനിൽ നിന്നും വരുന്ന ഹാജിമാരെ സേവിക്കാനും അവർക്കുള്ള കർമ്മങ്ങൾ എളുപ്പമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഹജ്ജ് പ്രതിനിധി സംഘം നേതൃത്വം നൽകും. അതേസമയം ഒമാനിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരിൽ 13,944 തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ്ജ് മിഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഈ വർഷം 14,000 ഒമാന്റെ ഹജ്ജ് ക്വാട്ട. ഇതിൽ 13,530 ഒമാനികളും 235 അറബ് താമസക്കാരും 235 അറബ് ഇതര താമസക്കാരും ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ്, 24%. ഓരോ ഗവർണറേറ്റിലെയും ജനസംഖ്യ കൂടി പരിഗണിച്ചാണ് തീർത്ഥാടകർക്ക് അവസരം നൽകിയിരിക്കുന്നത്. 19%വുമായി വടക്കൻ ബാത്തിനെയാണ് തൊട്ടടുത്ത്. ഏറ്റവും കുറവ് തീർത്ഥാടകർ മുസന്തം ഗവർണറേറ്റിൽ നിന്നാണ്. പ്രായം, കുടുംബ അവകാശം, മഹ്റം, സഹയാത്രികർ, ആവർത്തിച്ചിട്ടുള്ള അപേക്ഷകൾ, ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, മരിച്ച വ്യക്തിയുടെ പേരിൽ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അപേക്ഷകരിൽ നിന്നും വിശുദ്ധ കർമ്മത്തിനായി ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 30നും 45നും ഇടയിൽ പ്രായമുള്ള 39% പേർക്കാണ് ഇത്തവണ ഹജ്ജിന് അവസരം ലഭിച്ചത്. തീർത്ഥാടകരിൽ 63% പേർ വിമാനമാർഗവും 37% തീർത്ഥാടകർ റോഡ് വഴിയുമാണ് ഹജ്ജിനായി പുറപ്പെടുക. ഈ വർഷം റോഡ് മാർഗം ഹജ്ജിന് പോകുന്നവർക്ക് 1,417 റിയാലാണ് ശരാശരി ചെലവ് വരുന്നത്. വിമാനമാർഗം പോകുന്നവർക്ക് 2,063 റിയാലും. അടുത്ത ദിവസങ്ങൾ മുതൽ ഒമാനിൽ നിന്നുള്ള ഹാജിമാർ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കും. ഹജ്ജ് മിഷൻ സംഘമാണ് ആദ്യമായി സൗദിയിലേക്ക് പോയത്. ഹാജിമാരുടെ ഒരുക്കങ്ങൾ സംഘം വിലയിരുത്തും. നിരവധി പുതിയ സൗകര്യങ്ങൾ ഇത്തവണ മിഷന് കീഴിലുണ്ട്.